നമസ്കാരം ഡാകുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡാവിഞ്ചി റിസോൾവിന് വേണ്ടിയുള്ള 10 അടിപൊളി ലെറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന്. ഇതേപോലെ നമ്മൾ വേറെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട് ലെറ്റ്സിൻ്റെ. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഡാർക്കുൾ VFX സ്റ്റുഡിയോ. അപ്പോൾ നമ്മൾ ഡാവിഞ്ചി റിസോൾവ് 19 ഓപ്പൺ ചെയ്തു. ഇത് 18ലും അതുപോലെ 17ലൊക്കെ വർക്ക് ഔട്ടോ ഈ ലെറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പിന്നിലേക്ക് അപ്പോൾ ജസ്റ്റ് കുറച്ച് വീഡിയോസ് ആഡ് ചെയ്യണേ. ലെറ്റിനെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതിയല്ലോ. അതുപോലെ ഒരു കാര്യം കൂടെ പറയട്ടെ, ലെറ്റിനെ പറ്റി അറിയാത്തവരാണെങ്കിൽ ഈ നമ്മൾ ഇൻഡോർ ഷൂട്ട് ചെയ്ത വീഡിയോസിനൊക്കെ ഔട്ട്ഡോറിൽ സെറ്റ് ചെയ്ത് വെച്ച് ലെറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര എഫക്റ്റീവ് ആവില്ല. മീൻസ് നമ്മുടെ സ്കിൻ ടോണിനൊന്നും പറ്റിയ കളറായിരിക്കില്ല. ഔട്ട്ഡോറിൽ നമ്മൾ എന്താ പറയുക കാർഡൊക്കെ എടുക്കുന്ന സമയത്ത് വേറൊരു ലെറ്റായിരിക്കും. പല ലെറ്റും അപ്ലൈ ആവും, എന്നാൽ നമ്മൾ വിചാരിച്ചത്ര എഫക്റ്റീവ് ആണെന്നില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കളർ ഗ്രേഡിങ്ങിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ലെറ്റ് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ നിങ്ങൾക്ക് കളർ ഗ്രേഡിങ്ങിൽ പറ്റും. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് കളർ ഗ്രേഡിങ്ങിൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഈ 4 വീഡിയോസ് ഞാൻ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യണേ. വെറുതെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് അതൊക്കെ ബേസിക് നിങ്ങൾക്ക് അറിയാമല്ലേ. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യും, കളർ ഗ്രേഡിൻ്റെ ഈ ഒരു കളർ ഗ്രേഡിങ് സെക്ഷനിലേക്ക് പോവുകയാണ്. കളർ ഗ്രേഡിങ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ലെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. അത് കാണുന്നില്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്താൽ കണ്ടോ ലെറ്റ്. ഇത് നമ്മുടെ ഫോൾഡർ ഉണ്ടാവും. അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ക്ലിപ്പ് കാണുന്നില്ലെങ്കിൽ ഈ ക്ലിപ്പ് ഒന്ന് ഓൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ക്ലിപ്പായിട്ടും അതേപോലെ ഇവിടെ ടൈം ലൈനായിട്ടും ഓൺ ചെയ്യാൻ പറ്റും. കണ്ടോ, ടൈം ലൈനായിട്ട് ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലെറ്റുകൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ലെറ്റിന് ഏതെങ്കിലും ഒരു കളർ അപ്ലൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇതേപോലെ നമ്മുടെ ഫോൾഡർ ഇവിടെ ലെറ്റിൽ എടുക്കുക, സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. സെർച്ചിൽ ഡാർക്ക് വോൾഫ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെറ്റ് കിട്ടും. ഇവിടെ ലെറ്റ്സിൽ സെലക്ട് ചെയ്ത് കണ്ടിട്ട് ലെറ്റിൻ്റെ ഫോൾഡർ കിട്ടും. അത് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഈ സെർച്ച് ചെയ്ത് ഇത് കളയുക. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ലെറ്റ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ലെറ്റ്, സെക്കൻഡ് ലെറ്റ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ലെറ്റുകളും ഒരേപോലെ. ഇതുണ്ട്, വേറെ കളർ ഗ്രേഡ് വന്ന് ചെറിയ മാറ്റങ്ങളല്ലേ വരുന്നുള്ളൂ. പക്ഷേ ഇത് വേറെ വീഡിയോയിലേക്ക് വരുമ്പോൾ നോക്കിക്കോ. ഇതിനൊക്കെ ഇങ്ങനത്തെ കളറൊക്കെ ചെയ്യണമെങ്കിൽ ഇതായി ഒരു കളർ ഗ്രേഡ് എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഇതിനൊന്ന് ആഡ് ചെയ്യണേ. അപ്പോൾ ഇവിടേക്ക് ആഡ് ചെയ്യുക, അതേപോലെ നിങ്ങൾക്ക് ഇവിടേക്കും ആഡ് ചെയ്യുക. രണ്ടെണ്ണം ആഡ് ചെയ്ത് കണ്ടോ വേറെ കളറായി പോയേ. ഓക്കെ, അപ്പോൾ നമുക്ക് കളർ ഗ്രേഡ് ഇവിടേക്കും അപ്ലൈ ചെയ്യുക, ഇവിടേക്കും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ ബെറ്റർ ആയി തോന്നുന്നത് ഈ ഒരു നോഡിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്ഷൻ എസ് വിൻഡോസിലാകുമ്പോൾ Alt S അടിച്ചിട്ട് സീരിയൽ നോഡിനെ ഇവിടേക്ക് ആഡ് ചെയ്യല്ലേ. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് സീരിയൽ നോഡ് കൊടുത്തിട്ട് സീരിയൽ നോഡിനെ ഇവിടേക്ക് ആഡ് ചെയ്യുക. അതിൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ നോഡിനെ ഡിലീറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ റീസെറ്റ് നോഡ് കൊടുത്താൽ കേട്ടോ. റീസെറ്റ് നോഡ് ഗ്രേഡ്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു കളർ ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്തു. ഓക്കെ അല്ലേ, സിമ്പിളായിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. ഇനി അടുത്തൊരു ക്ലിപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്ലിപ്പ് കണ്ടോ, ഇതൊരു നോർമൽ ക്ലിപ്പാണ്. ഇതിൻ്റെ അകത്തേക്ക് നോക്കിക്കോ, ചെറിയ ഗ്രേഡ് അവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ ഗ്രേഡുകൾ അപ്ലൈ ചെയ്തൊക്കെ ഉണ്ടാവും. വേറെ സ്റ്റൈൽ വന്ന് വേറെ സ്റ്റൈല് ഉണ്ടോ. ഈ ഒരു സ്റ്റൈലൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ക്ലിപ്പ് നല്ല മാറ്റമുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒരു ഓപ്ഷൻ എസ് Alt S അടിച്ചിട്ട് സീരിയൽ നോഡിന് ആഡ് ചെയ്യുക. ഈ ഗ്രേഡ് അല്ല ഈ ഗ്രേഡ് അല്ലേ, ഈ ഗ്രേഡിനൊന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഇപ്പോൾ ഗ്രേഡ് നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ കമാൻഡ് D അല്ലെങ്കിൽ കൺട്രോൾ D ആയിരിക്കും വിൻഡോസിൽ കേട്ടോ. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഓൺ ഓഫ് ചെയ്ത് നോക്കാൻ പറ്റും. കണ്ടോ, ഗ്രേഡ് ചെയ്തതും ഗ്രേഡ് ചെയ്യാത്തതും ഓൺ ഓഫ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇതേപോലെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺ ഓഫ് ചെയ്ത് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ആ 2 കളർ ഗ്രേഡുകൾ അവിടെ അപ്ലൈ ആവും. പിന്നെ ഈ ഒരു കോഴിയുടെ ക്ലിപ്പുണ്ട്, ഇതിനും ഒരുപാട് ക്ലിപ്പുകളുണ്ട്. നമുക്ക് ഓരോ ഗ്രേഡുകൾ ഈ ഗ്രേഡൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ 10 കളർ ഗ്രേഡുകൾ. ഇതിന് ഇങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം അല്ലേ. ഇവിടെ നമുക്ക് ഹോം ബട്ടൻ്റെ എപ്പറായിട്ട് ഒരു ഗിയർ ഐക്കണാണ്, സെറ്റിങ്സിൻ്റെ ഐക്കൺ അല്ലേ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മാസ്റ്റർ സെറ്റിങ്സിലായിരിക്കും ഉണ്ടാവുക. അതിന് താഴേക്ക് 2 വന്നു കഴിഞ്ഞാൽ കളർ മാനേജ്മെൻറ്റ് കാണാൻ പറ്റും. കളർ മാനേജ്മെൻറ്റിൽ റൈറ്റ് സൈഡിൽ വന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ താഴെയായിട്ട് നമുക്കിവിടെ ഓപ്പൺ ലെറ്റ് ഫോൾഡർ എന്ന് കാണാൻ പറ്റും. ഓക്കെ, അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് ഇവിടെ വെക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന വെബ്സൈറ്റ് എന്നൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് എത്തുക. ഇതിൽ എഡിറ്റിംഗ് ഡെസ്ക്, അതിൻ്റെ അകത്ത് മലയാളം ഡാവിഞ്ചി റിസോൾവ് 19ൽ നമ്മൾ കളർ ഗ്രേഡുകളൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടി ഈ സൈഡിൽ സെക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ബേസിക്കിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി അനിമേഷൻസോ കാര്യങ്ങളൊക്കെ ഇവിടെ വരും. ഓക്കെ അല്ലേ. അപ്പോൾ ക്ലിക്ക് ചെയ്തു, അതിൽ ഈ ഒരു ഫയലിൻ്റെ നേരെ താഴെയായി കാണുന്ന ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഈ ലെറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ വീഡിയോ ഉണ്ട്, എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള മോഡുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ലെറ്റ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡായി. 2 MB വരുന്ന ചെറിയൊരു ഫയലാണ്. ഓക്കെ, അത് ഓപ്പൺ ചെയ്യാം. ഈ ഡൗൺലോഡ് ചെയ്ത ഫയലിനെ വിൻറാർ, ഞാൻ പറഞ്ഞല്ലോ വിൻറാർ 7-zip അങ്ങനത്തെ പോലത്തെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ആഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. സിപ്പ് ഫയലിനെ ഓപ്പൺ ചെയ്ത് ഈ ഒരു ഫോൾഡറിൽ, ഈ ഫോൾഡർ നേരെ ഡ്രാഗ് ചെയ്ത് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത ഒരു ഫയലില്ലേ ഓപ്പൺ ലെറ്റ് ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കോപ്പി ചെയ്യുക. ഓക്കെ അല്ലേ. കോപ്പി കംപ്ലീറ്റ് ആയാലും നമുക്കിവിടെ ഫോൾഡർ കാണാൻ പറ്റും. ഇനി നേരെ എന്ത് ചെയ്യുക, ഡാവിഞ്ചി റിസോൾവിൽ തന്നെ വരിക. എന്നിട്ട് ഈ ഒരു സംഭവം ക്ലോസ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ ലെറ്റിൻ്റെ ഇവിടെ വരിക, ഒന്ന് റീഫ്രഷ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൾഡറായിട്ട് കാണാൻ പറ്റും. ഇനി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഫോൾഡറുകൾ വേറെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഡാർക്ക്
വൂൾഫ് എന്ന് സെർച്ച് ചെയ്യുക കേട്ടോ. ഫോൾഡറിൻ്റെ പേര് മാറ്റരുതേ, ഡാർക്ക് വൂൾഫ് എന്നുള്ള പേരിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണുന്നില്ലെങ്കിൽ ഇതില്ലേ ഈ ഒരു പേര് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണം കേട്ടോ. അതാ സെർച്ച് ചെയ്ത് ആ കോളം ക്ലിയർ ചെയ്യണേ, എങ്കിൽ മാത്രമേ ഇവിടെ കാണുള്ളൂ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. ഇനി ഇത് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. കൂടുതൽ ലെറ്റുകൾ മാനേജ് ചെയ്ത് നല്ല നല്ല ഫയലുകളായി തരാം. ഇതിൻ്റെ മുന്നേ ഞാൻ അടിപൊളി കുറേ ലെറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 15 ലെറ്റുകളായിട്ട്, ഇതിനേക്കാളും ടോപ്പ് ലെറ്റുകളാട്ടോ അത് രണ്ടും. അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നൊക്കെ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.